അത് ചെങ്ങന്മാരെ അസ്സലാമലൈക്കും. പിന്നെ സംഭവം നമ്മൾ 2-3 മണിക്കൂർ ക്യാപ്കട്ടിലൊക്കെ വീഡിയോ എഡിറ്റ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ചെയ്യും. അവന്മാർക്കടെ അയച്ചു കൊടുക്കുമ്പോൾ 100-150 അയച്ചത് എന്താ പറയാ, നമ്മളൊരു പേയ്മെന്റ് പറയുമ്പോൾ നമ്മൾ ആ പേയ്മെന്റ് ഇട്ടുണ്ട്. അതല്ല അതിന്റെ മര്യാദ. വീഡിയോ എഡിറ്റേഴ്സ് എന്താ മനുഷ്യന്മാർ തന്നെയാണ്. ബാക്കിയുള്ളടത്തൊക്കെ നിങ്ങൾ പൈസ ഇരത്തി കൊടുക്കണ്ടല്ലോ. നമ്മൾ വീഡിയോ എഡിറ്റേഴ്സിന് എന്താ കൊടുക്കാതെ? അങ്ങനെ ഇന്നൊരു ചെങ്ങായിന്റെ പറ്റിച്ച്, എന്റെ നാട്ടിലെ നായിന്റെ പറ്റിച്ച് വീഡിയോ എഡിറ്റ് ചെയ്തുതരാം വർക്കൊക്കെ നിന്നുകാണ്ട് ഇവനോട് ഞാൻ പേയ്മെന്റ് ഒക്കെ പറഞ്ഞ് സെറ്റാക്കിയപ്പോൾ എല്ലാ വീഡിയോ എഡിറ്റ് കഴിഞ്ഞ് കൊടുത്തിട്ട് എനിക്ക് അയച്ചു കൊടുത്തു. അടിപൊളി സൂപ്പർ തിജി എന്നൊക്കെ പറഞ്ഞു. ഓനോട് ഞാൻ പേയ്മെന്റ് ചോദിച്ചപ്പോൾ എന്ത് പേയ്മെന്റ്, ആരെ പേയ്മെന്റ്, മറിച്ചെന്നൊക്കെ പറഞ്ഞു. ഓ പേയ്മെന്റ് തന്നില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ഒരിക്കലും ഉണ്ടല്ലോ ചെങ്ങായിമാരത്ത് നിന്ന് നിങ്ങൾ വർക്ക് എടുക്കരുത് കേട്ടോ. ഞാൻ കാര്യം പറഞ്ഞ ചെങ്ങായിമാരത്ത് നിന്ന് വർക്ക് എടുത്താൽ ഒരു കാലത്ത് കൂടെ കുറച്ചില്ല കാര്യമായിട്ട്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഒക്കെ ചെയ്ത് കൊടുക്കും. അത് ചെയ്ത് കൊടുക്കും. നമ്മൾ പേയ്മെന്റ് ചോദിക്കുമ്പോൾ ചെങ്ങായിമാരെ ബന്ധത്തിൽ പൈസ വാങ്ങരുത്. അത്രക്കും മനോഹരമായിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്തത്. അത് വെഡിങ് വർക്കാണ് ഞാൻ ചെയ്തത്. 1 മണിക്കേക്കാരം ഞാൻ എഡിറ്റ് ചെയ്ത് കുത്തിരിക്കുക. മാന്യം നിങ്ങൾ കാണിക്കണം. വീഡിയോസിന് എന്തോ ഒരു റെസ്പെക്ട് കൊടുക്കും. ഓരത്രയും മൈൻഡ് ഫ്രീ ആയിട്ടേക്കാരം ആ വീഡിയോ എഡിറ്റിങ് ചെയ്യുക. ആ മൈൻഡ് ഫ്രീ ആകുമ്പോഴുള്ളൂ ആ വീഡിയോ എഡിറ്റിങ് പെർഫെക്റ്റ് ആയിട്ടുള്ള ലാസ്റ്റ് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ കാര്യം വേണ്ട, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് ഇവലൊരു ചോദ്യമുണ്ട്. ആ പാട്ട് മറ്റത് ഞാണ്ടല്ലോ എന്നോട് പാട്ട് മാത്രമല്ല പറയുന്നത്, ആ ക്വാളിറ്റി ഇല്ല എന്ന് പറയും ചിലവർ. എല്ലാം എഡിറ്റും ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സെപ്പറേറ്റ് ക്വാളിറ്റി കൂട്ടാൻ വേറെ ആപ്പ് യൂസ് ചെയ്തിട്ട് വിങ്ക് ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ ക്വാളിറ്റി കൂട്ടത്. എന്നിട്ട് ക്വാളിറ്റി കൂട്ടി എടുത്താണ്ട് ഒരത്തി കൊടുക്കും. എന്നിട്ട് പോലെ പറയാം, എടാ ക്വാളിറ്റി ഇല്ലല്ലോടാ, എന്ത് സംഭവം ക്വാളിറ്റി ഇല്ലല്ലോ, ഞാൻ അതൊക്കെ പറയാം. ഓക്കെ, അസ്സലാമു അലൈക്കും.